ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മൾ കൽക്കി എന്ന സിനിമയെക്കുറിച്ചുള്ള റിവ്യൂക്ക് വേണ്ടിയാണ് വന്നിരിക്കുന്നത്. ഞാനും എൻ്റെ ഫ്രണ്ടും 9:15 ഷോവിന് വേണ്ടി 8 മണിക്ക് തന്നെ ഇവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഫ്രണ്ട്. അപ്പോൾ നമ്മൾ 8 മണിക്ക് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി തലശ്ശേരിക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. തലശ്ശേരി ലിബർട്ടിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഏകദേശം 9 മണിയാവുന്നതിന് മുന്നിട്ട് തന്നെ നമ്മളവിടെ എത്തി. ഇതാണ് ലിബർട്ടി. അപ്പോൾ നമ്മളവിടെ ചെല്ലുമ്പോൾ തന്നെ വലിയ ആൾക്കാരൊന്നുമില്ല. ആകെ കണ്ടത് ഈ ഒരു പോസ്റ്ററായിരുന്നു. അപ്പോൾ നമ്മൾ ആ പോസ്റ്റർ കണ്ട ഉള്ളിലേക്ക് കയറി. ലിറ്റിലായിരുന്നു കിട്ടിയത്. ഇതായിരുന്നു ലിറ്റിൽ തിയേറ്ററാണത്. അവിടെ 4 തിയേറ്ററോളം ഉണ്ട്. അതിലൊന്നാണ് ലിറ്റിൽ. ഞാൻ അവിടെ ചെന്നപ്പോൾ തന്നെ ഓൺലൈൻ ബുക്കിംഗ് ആയതുകൊണ്ട് സ്കാനറിൻ്റെ അടുത്ത് പോയപ്പോൾ വലിയ തിരക്കൊന്നുമില്ല. പെട്ടെന്ന് പോയി സ്കാൻ ചെയ്ത് നേരെ തിയേറ്ററിൻ്റെ ഉള്ളിലേക്ക് കയറി. അപ്പോൾ വലിയ തിരക്കൊന്നുമില്ല. ഞാനും എൻ്റെ ഫ്രണ്ടും കൂടിപ്പോയി ഒരു 10-50ഓളം ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ. ഫ്രണ്ടിലൊന്നും ആൾക്കാരില്ല, ബാക്കിലുണ്ട് കേട്ടോ. ബാക്ക് കാണിച്ചില്ല എന്നുള്ളൂ. ഇതാണ് ഞാൻ. ദിവനാണ് ഈ തെണ്ടിയാണ് എൻ്റെ ഫ്രണ്ട്. അങ്ങനെ മുഖം കാണിക്കാൻ സമ്മതിക്കില്ല. അതാണ് ഒളിഞ്ഞുമ്പത്തും കളിക്കുന്നതാണ്. അവൻ അങ്ങനത്തെ ഒരു ടൈപ്പാണ്. എൻ്റെ കൂടെ ആയതുകൊണ്ടാണ് ഇങ്ങനത്തെ കളി കളിക്കുന്നത്. അല്ലെങ്കിൽ നല്ല സ്റ്റാൻഡേർഡിൽ നിൽക്കുന്നത്. നമ്മൾ അങ്ങനത്തെ ഒരു ടീമായിരുന്നു. അപ്പോൾ ഇവൻ്റെ ഇടയ്ക്ക് ഫോട്ടോ ഒക്കെ എടുത്ത് ഞാൻ ഉള്ളിലിരുന്നപ്പോൾ തന്നെ ടൈറ്റിൽ കാർഡ് വന്നു തുടങ്ങി. ടൈറ്റിൽ കാർഡ് വന്നപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച അത്ര സൗണ്ടും ശബ്ദങ്ങളും പ്രകടനങ്ങളൊന്നും കണ്ടില്ല. എനിക്ക് തോന്നുന്നു എന്തോ പ്രഭാസ് ഫാൻസൊന്നും ഇല്ലാന്ന് തോന്നുന്നു. എന്നാലും പ്രഭാസിൻ്റെ ഇൻട്രോ വന്നപ്പോൾ ചെറിയൊരു അനക്കമൊക്കെ ഉണ്ടായിട്ടുണ്ട്. വലിയൊരു അനക്കം നമ്മൾ പ്രതീക്ഷിച്ച അത്രത്തോളം ഒരു കുലുക്കം നമുക്ക് കാണാൻ സാധിച്ചില്ല. എന്നാലും അത്യാവശ്യം ബിൽഡപ്പൊക്കെ കൊടുത്തൊക്കെ വന്നൊരു എന്താ പറയുക ഇൻട്രൊഡക്ഷൻ ആയിരുന്നു. കുഴപ്പമില്ല, നല്ല സെറ്റ് ഇൻട്രൊഡക്ഷൻ ആയിരുന്നു. പിന്നെ അവിടുന്ന് കഥ മുന്നോട്ട് പോകുന്നത് അവിടുന്ന് അങ്ങോട്ടൊരു കോമഡി ടൈപ്പായിട്ടൊരു ഇതാണ് പോകുന്നത്. എന്നാലും ഫസ്റ്റ് ഹാഫ് പക്ക ഒരു ലാഗ് അടിപ്പിക്കുന്നുണ്ട്, നന്നായിട്ട് ലാഗ് അടിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഈ സിനിമേൻ്റെ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ സിനിമയിൽ എടുത്ത് വെച്ചിരിക്കുന്ന വിഷ്വൽസ്, അതിൻ്റെ ഓരോരോ ഉപ്പ് മുതൽ കുരുമുളക്, എന്താ പറയുക, കർപ്പൂരം, എന്താ പറയുക, അതുവരെ ഒരു സാധനം വേസ്റ്റ്. ഇതെന്തിനാ ഈ സാധനമൊക്കെ എന്തിനാ വെറുതെ എടുത്ത് വെച്ചിരിക്കുന്നത്, ഇതിലൊക്കെ പൈസ നഷ്ടം, അങ്ങനെ ഒരു സംഭവം ഇതിലില്ല. കാരണം A to Z ഹോളിവുഡിൻ്റെ മുകളിൽ പോവുമെങ്കിൽ അത്രത്തോളമുള്ള സംഭവങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. ഒരു യൂണിവേഴ്സ്, വേറെ തന്നെ ഒരു യൂണിവേഴ്സ് ആയിട്ടാണ് ഇവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ യാതൊരു കാരണവശാലും പടം മിസ് ചെയ്യാനേ പാടില്ല. നമുക്ക് കിട്ടുന്ന ഒരു വലിയൊരു ട്രീറ്റാണിത്. അപ്പോൾ തിയേറ്ററിൽ പോയിട്ട് തന്നെ കാണുമല്ല. പിന്നെ ഇതിൽ 1, 2, 3, 4ഓളം ക്യാമിയോ റോൾസൊക്കെ ഉണ്ട്. ദുൽഖറിൻ്റെ ക്യാമിയോ ഉണ്ട്. ദുൽഖറിൻ്റെ ക്യാമിയോ എന്ന് പറഞ്ഞാൽ റോളൊക്കെ സെറ്റ് റോളാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഒരു 30 സെക്കൻഡോളം ഉണ്ടോയെന്ന് തന്നെ സംശയമാണ്. ദുൽഖറിൻ്റെ ക്യാമിയോ റോളൊന്നും ഞാൻ പറയുന്നില്ല, എന്നാലും അത്യാവശ്യം സെറ്റ് റോളാണ്. എനിക്ക് തോന്നുന്നു സെക്കൻഡ് പാർട്ടിൽ ആ റോളിന് കുറച്ചും കൂടി പ്രാധാന്യം കിട്ടുമെന്ന് തോന്നുന്നു. കാരണം ആ റോളിനെ കുറിച്ച് പറഞ്ഞതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഞാനൊക്കെ പക്ക റോളൊക്കെ കണ്ടായിരുന്നു. 30 സെക്കൻഡോളം ഉള്ളൂ. അപ്പോൾ എൻ്റെ അടുത്തിരിക്കുന്ന ഒരാൾ പുറത്ത് പോയി ഒന്ന് മൂത്രം ഒഴിക്കാനോ എന്തിനോ പുറത്ത് പോയി തിരിച്ച് വരുമ്പോഴത്തേക്ക് അയാൾ പറയുന്ന കോമഡി കേട്ടിട്ട് നമ്മളെല്ലാവരും വരെ ചിരിച്ചു. അയാൾ പുറത്ത് പോയി വന്നപ്പോൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ദുൽഖറൊക്കെ ഇതിൽ ക്യാമിയ റോളൊക്കെ ഉണ്ട്, അതെന്തായാലും കാണണം. അപ്പോൾ അവൻ പോയി വന്നത് ആകെ 1 മിനിറ്റിൻ്റെ ഉള്ളിൽ അവൻ പോയി വന്നിട്ടുണ്ട് അയാൾ. അപ്പോൾ അയാളോട് കൂടെ ഇരിക്കുന്ന ആൾ പറഞ്ഞാൽ ദുൽഖറൊക്കെ ഇപ്പോൾ 2 മിനിറ്റ് കൊണ്ട് വന്നിട്ട് പോയടാ. അപ്പോൾ അയാൾ പറഞ്ഞു ഇത്ര പെട്ടെന്ന് കഴിഞ്ഞ ക്യാമിയോ. അപ്പോൾ അതുപോലെ നമ്മുടെ രാജമൗലിയൊക്കെ എന്തിനാന്ന് പോലും അറിയാൻ പാടില്ല. അതിനൊക്കെ ആ രാജമൗലിക്കൊക്കെ ഒരു 10 സെക്കൻഡോളം ഉള്ള ഒരു പ്രത്യേക എന്തിനും എടുത്തു വെച്ചൊരു റോള് പോലെ തോന്നി, അറിയില്ല. സ്പെഷ്യലി കയറ്റി കൊടുത്തൊരു റോള്, അതിനൊന്നും ആവശ്യം ഉണ്ടായെന്ന് നമുക്കൊന്നും തോന്നിയിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു റോള്, അതിലൊരു ക്യാമിയോ റോള് പോലെയൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്നാലും പ്രഭാസിൻ്റെ അടുത്ത് പറയേണ്ടത്, പ്രഭാസിൻ്റെ എനിക്ക് തോന്നുന്നു ബാഹുബലിക്ക് ശേഷം പ്രഭാസ് അത്യാവശ്യം നന്നായി പണിയെടുത്തിട്ടുണ്ട്, നന്നായിട്ട് അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. അത് വേറൊരു കാര്യം. എന്താ പറയുക, പ്രഭാസ് ഫാൻസിന് ഒരു പ്രത്യേക വലിയൊരു ട്രീറ്റ് തന്നെയാണത്. പഴയൊരു പ്രഭാസിനൊക്കെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് ഇതിൽ. പിന്നെ അത്യാവശ്യം എന്താ പറയുക, ലാഗ് ഉണ്ട് അത്യാവശ്യം. ഈ എടുത്ത് പറയാൻ മാത്രം എന്താ പറയണ്ടേ, ഈ ബാഹുബലിയൊക്കെ നമുക്ക് പറയാം ഒരു ബ്രഹ്മാണ്ടം, അങ്ങനത്തെ ഒരു ടൈപ്പ്. ഇത് അതിൽ ഒരു യൂണിവേഴ്സ് ടൈപ്പൊക്കെ കയറ്റിയോണ്ട് എല്ലാതരം ഫാൻസിനും ഇഷ്ടപ്പെടുമോയെന്ന് സംശയമുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഫാമിലി ഓഡിയൻസിനൊന്നും ഇത് അത്ര ടച്ചോ ക്ലിക്കാവും തോന്നില്ല. മഹാഭാരതത്തിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്, ഒരു മിക്സ് കളക്ഷൻ, ഒരു കണക്റ്റായിട്ടുള്ളൊരു ടൈപ്പ് സംഭവമാണിത്. അപ്പോൾ അതൊക്കെ നന്നായി നമ്മളെക്കാളും നല്ല രീതിയിൽ അവർക്ക് ക്ലിക്കാവും, കണക്റ്റാവും. പക്ഷേ ഈ യൂണിവേഴ്സ് ടൈപ്പ് ഒരു സ്പെഷ്യൽ യൂണിവേഴ്സ് എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് യൂണിവേഴ്സിലുള്ളൊരു സംഭവമാണ് നടക്കുന്നത്. അപ്പോൾ അതൊക്കെ ഫാമിലി ഓഡിയൻസിന് കണക്റ്റ് ആവുന്നില്ല. കണക്റ്റ് ആയിക്കഴിഞ്ഞ് സിനിമ ഓൾറെഡി ഹിറ്റാണ്, ഓൾറെഡി റെക്കോർഡൊക്കെ കടത്തി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇതൊരിക്കലും നമ്മൾ തിയേറ്ററിൽ മിസ് ചെയ്യാൻ പാടില്ല. അത്രത്തോളം എന്താ പറയണ്ടേ, 400 കോടി അങ്ങനെ ഇവർ മുടക്കിയെന്നാണ് ഞാൻ കേട്ടറിഞ്ഞത്. അത്രത്തോളം മുടക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു 400 കോടിക്ക് 400 കോടി തന്നെ അവരതിൽ ചിലവാക്കിയിട്ടുണ്ട്. നമ്മൾ അത്രയും നമുക്കവിടെ കാണാൻ പറ്റുമോ?
ഒരു 5 പൈസ ഇവർ ഇതിൽ വേസ്റ്റാക്കി പോയിട്ടില്ല നമുക്കതിൽ മനസ്സിലാക്കാൻ തന്നെ പറ്റും. അത്രത്തോളം ഉണ്ട് അവിടെ. നമ്മൾ പുതിയൊരു ലോകമാണ് നമ്മളവിടെ കാണുന്നത്. അത് ഒരു രക്ഷയില്ല, സൂപ്പറാക്കി അവതരിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും തിയേറ്ററിൽ തന്നെ പോയി കാണും കേട്ടോ. അപ്പോൾ എല്ലാവരോടും ഇത് എൻ്റെയും എൻ്റെ ഫ്രണ്ടിൻ്റെയും പേഴ്സണൽ റിവ്യൂ ആണ് കേട്ടോ. നമുക്ക് തോന്നിയത് കുറിച്ച് പറയാം, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് എല്ലാവർക്കും ഇതേ അഭിപ്രായം ആയിരിക്കണമെന്നില്ല. എനിക്ക് തോന്നുന്നു നമ്മൾ പോകുന്നതിന് മുമ്പിട്ട് വേറൊരു ഷോ അവിടെ ഇറങ്ങിയായിരുന്നു. ആ ഷോ എനിക്ക് തോന്നുന്നു സെക്കൻഡ് ഹാഫ് സ്റ്റാർട്ട് മുതൽ എൻഡിങ് വരെ നല്ല പ്രതികരണമാണെന്നാണ് പുറത്തേക്ക് ചേട്ടൻ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പല ഓഡിയൻസിനും പല അഭിപ്രായമായിരിക്കും. നമ്മൾ പോയപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇൻട്രൊഡക്ഷനും പിന്നെ ടൈറ്റിൽ കാർഡും അത്യാവശ്യം 1-2 മാസ് സീൻസിനൊക്കെ ഭയങ്കര പ്രതികരണം ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ മുന്നിട്ടുണ്ടായിരുന്ന ഈ ഒരു ഓഡിയൻസ് വളരെ അതിലും സൂപ്പറായിരുന്നെന്നാണ് ആ പുറത്ത് ടിക്കറ്റ് മുറിച്ച് ഉള്ളിൽ കയറ്റുന്ന ആ ചേട്ടൻ പറഞ്ഞത്. കറക്റ്റ് എനിക്കറിയില്ല. അപ്പോൾ എനിക്കിന്നലെ എന്തായാലും പറയാം, എല്ലാ ഓഡിയൻസിനും ഓരോരോ ഓഡിയൻസിനും പ്രത്യേക അഭിപ്രായം എന്തായാലും ഉണ്ടാവും, അത് ശരിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓരോരുത്തരും ഇന്നവരുടെ റിവ്യൂ കേട്ടിട്ട് ഇത് ഈ പടത്തിന് പോയിട്ട് കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ പോകണമെന്ന് ഞാൻ പറയുന്നത് ഇതിൻ്റെ വിഷ്വൽസ് നമ്മൾ മിസ് ചെയ്യാൻ പാടില്ല, അത്രത്തോളമാണ്. എനിക്ക് തോന്നുന്നു ഇന്ത്യൻ സിനിമയിൽ നമ്മൾ ഇങ്ങനെ ഒരു സംഭവം ഇന്നേ വരെ കണ്ടിട്ടുണ്ടാവില്ല. ഇന്നേ വരെ ഇത്രത്തോളം കാലങ്ങളായിട്ട് ഇന്ത്യൻ സിനിമ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു, അതിൽ ഇന്നേ വരെ നമ്മൾ ഇങ്ങനെ ഒരു പടത്തിൻ്റെ സംഭവങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ അതൊരിക്കലും മിസ് ചെയ്യാൻ പാടില്ല, തിയേറ്ററിൽ തന്നെ പോയിട്ട് കാണുക. പ്രഭാസ് ഫാൻസ് ആണെങ്കിൽ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ല. പ്രഭാസ് അങ്ങേയറ്റം ഇതിൽ ചെയ്തിട്ടുണ്ട്. കോമഡി ആയാലും മാസായാലും ഫൈറ്റ് ആയാലും ഡാൻസ് അത്രത്തോളം ഇല്ലെങ്കിൽ എന്നാലും പ്രഭാസ് ടോപ്പ് ആക്കിയിട്ടുണ്ട്. ഇതുവരെ പഴയ പ്രഭാസിനൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഒരിക്കലും മിസ്സാക്കാണ്ട് തിയേറ്ററിൽ തന്നെ പോയി കാണുക. അപ്പോൾ അടുത്തൊരു റിവ്യൂ ആയിട്ട് വരുന്നത് വരെ സൈനിങ് ഓഫ്. കുഞ്ഞൂസ് വ്ളോഗ് വിത്ത് കുഞ്ഞൂസ്.